കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മുഖ്യതന്ത്രിയും പ്രധാന അർച്ചകനുമായ ബ്രഹ്മശ്രീ ഡോക്ടർ കെ രാമചന്ദ്ര അടിക ദർശനത്തിനായി കിഴുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എത്തി. ക്ഷേത്ര പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. മൂകാംബിക ക്ഷേത്രം മുഖ്യതന്ത്രി ഡോക്ടർ കെ രാമചന്ദ്ര അടികയുടെ സന്ദർശനത്തോടെ കിഴുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രം ഒരു മഹനീയ സാന്നിധ്യത്തിന് വേദിയായി. ശ്രീ ആദിശങ്കരൻ ശിവഭഗവാന്റെ അവതാരമാണെന്നും പണ്ട് മൂകാംബിക കേരളത്തിന്റെ ഒരു ഭാഗമായിരുന്നെന്നും ഇപ്പോഴത് കർണാടകത്തിന്റെ ഭാഗമായെന്നും പിന്നീട് നടന്ന ഭക്തജന സമ്മേളനത്തിൽ കെ രാമചന്ദ്ര അടിക പറഞ്ഞു. ായിരുന്നു. അതിനെ അമ്മ ആദിശങ്കറിന്റെ അടുത്ത് ഇവിടെ തന്നെ സ്ഥാപന ചെയ്യണോ, ഇവിടത്തേക്ക് എല്ലാ ജനങ്ങൾ വരാന് നീന്ന് അവിടെ ഉപദേശ തരണോ എന്നിട്ട് ആ തന്ന വാക്കാണ് ഇന്ന് നിങ്ങൾക്കെല്ലാം അമ്മേ കിട്ടിയത്. മൂകാംബിക പണ്ടേ മൂകാംബികയോ കേരളത്തിന്റെ ഒരു ഭാഗമായിരുന്നു. ഇപ്പോൾ അത് കർണാടക ആയി. അത് കാലഘട്ടത്തിന്റെ ഒരു വിധിയാണ്. അങ്ങനെ ആ ഭഗവാൻ ശ്രീ ശങ്കരർ ശംഭോ മൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യ ರೂಪ എന്നിട്ട് ആ ആദി ശങ്കരರ ഭഗവാൻ ശിവന സ്വരൂപവേ ആ ശങ്കരറാണ്. ആ ശങ്കരർ അമ്മയെ തൊഴാൻ പോയത് അതല്ല ഒരു നിമിത്ത മാത്രം. പക്ഷെ ಅವರ ಆರ್ಯಾಂಬೆ ಅಮ್ಮೆಯ അവസാന സമയത്തിലെ അവർ ഉത്തരാദി ക്രിയകൾ ചെയ്ത് അതിന്റെ ശാപം അത് വിധിയുടെയും കാലഘട്ടത്തിന്റെയും മാറ്റമാണെന്നും കീഴുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് വരാനും ഭഗവാനെ കണ്ടു വണങ്ങാൻ കഴിഞ്ഞതും ജീവിതത്തിലെ മഹാഭാഗ്യമായി കരുതുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കീഴുന്ന ധാരാളം ക്ഷേത്രങ്ങൾ അടങ്ങുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ നല്ല മനസ്സിനുടമകളാണെന്നും കണ്ണിന് ഇമ്പമാകുന്നതും മനസ്സിന് കുളിർമയേകുന്നതുമായ ക്ഷേത്രങ്ങൾ ദർശിക്കുവാനും ഭക്തിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുവാനും നമുക്കെല്ലാവർക്കും ദൈവം കരുത്തു നൽകുമെന്നും അന്യോന്യം മത്സരേച്ഛയില്ലാതെ പ്രവർത്തിക്കാൻ ക്ഷേത്രം ഭാരവാഹികൾക്ക് കഴിയട്ടെ എന്നും കൗൺസിലർ കെ കൃഷ്ണകുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.